ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളൊരു പുതിയ കവിത പഠിക്കുന്നു. കവിതയുടെ പേര് നാച്ച് എന്നാണ്. എഴുതിയിരിക്കുന്നത് ഹിന്ദിയിലെ അറിയപ്പെടുന്ന സാഹിത്യകാരനായ സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായൻ അഗ്നിയാണ്. അപ്പോൾ കവിതയുടെ പേര് നാച്ച് എന്നാണ്. നാച്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, നൃത്തം എന്നാണ് അർത്ഥം. ഇവിടെ കവി ഉദ്ദേശിക്കുന്ന നൃത്തം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യർ നമുക്കിടയിലുണ്ട്. അപ്പോൾ അവരുടെ കഷ്ടപ്പാട്, അവരുടെ ജീവിതം തന്നെ ഒരു നൃത്തമാണ്. അതിനെ അതിമനോഹരമായി കളിച്ചു തീർക്കുക, ജീവിതത്തെ ഏറ്റവും മനോഹരമായി കളിച്ചു തീർക്കുക എന്നതാണ് അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡാൻസർ എങ്ങനെയാണോ തൻ്റെ ഡാൻസിലുടനീളം എനർജറ്റിക്കായിട്ട് നിന്ന് ആ ഡാൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, സ്വന്തം പരിമിതികൾ അല്ലെങ്കിൽ സ്വന്തം ബുദ്ധിമുട്ടുകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വളരെ പ്ലസൻ്റായി സന്ദർഭത്തിനനുസരിച്ച് നൃത്തമാടുക എന്നൊരു കാര്യമാണ് ഈ പറയുന്ന ഓരോ മനുഷ്യരും ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവരെടുക്കുന്ന ആ ഒരു പെയിൻ, അതിനെക്കുറിച്ചാണ് ഈ കവിത ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കവിതയെക്കുറിച്ച് പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കവിയെക്കുറിച്ച് പറയേണ്ടതുണ്ട്. കവി അഗ്നിയാണ്. അഗ്നിയുടെ ഫുൾ നെയിം എന്ന് പറയുന്നത് സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായൻ അഗ്നിയ എന്നാണ്. കുറച്ച് വലിയ പേരാണ്. സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായൻ അഗ്നിയ, അതാണ് നമ്മുടെ കവിയുടെ പേര്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് ഉത്തർപ്രദേശ് के देवरिया जिले के कसिया गांव के पुरातत्व विभाग के खुदाई शिविर में हुआ था. അപ്പോൾ ഉത്തർപ്രദേശിലെ ദേവരിയ എന്ന ജില്ലയിലെ കസിയ എന്നൊരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അവിടെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു പുരാവസ്തു വകുപ്പിലാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അവർക്കായിട്ടുള്ള ഒരു ക്വാർട്ടേഴ്സിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. उन्होंने BSc के बाद MA किया. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് BSc കഴിഞ്ഞ് MA പോയി. अपने विद्यार्थी जीवन में ही ये क्रांतिकारियों के संपर्क में आए. അപ്പോൾ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അഗ്നിയെ ഒരുപാട് വിപ്ലവകാരികളുമായി, ക്രാന്തികാരി എന്ന് പറയുന്നതാണ് റെവല്യൂഷണറിസ്റ്റാണ്, അപ്പോൾ ഒരുപാട് വിപ്ലവകാരികളുമായി അദ്ദേഹത്തിന് സമ്പർക്കമുണ്ടാവുകയും അപ്പോൾ അദ്ദേഹം വിപ്ലവത്തിലേക്ക് തിരിയുകയും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന ആ ഒരു फाउंडेशन ഭാഗമാവുകയും ചെയ്യാണ് അദ്ദേഹം. अंग्रेज़ सरकार का विरोधी गतिविधियों के लिए उन्हें कई साल जेल में रहना पड़ा. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ എതിർത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് നാൾ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ഒരു ഫ്രീഡം ഫൈറ്റർ കൂടിയാണ്. കവി മാത്രമല്ല, അഗ്നിയെ ഒരു ഫ്രീഡം ഫൈറ്റർ കൂടിയാണ്. ഒരുപാട് വർഷങ്ങൾ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ സംസാരിച്ചതിന്, കവിതകൾ എഴുതിയതിന്, എഴുത്തുകളിലൂടെ വിരോധം പ്രകടിപ്പിച്ചതിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ, അദ്ദേഹത്തിൻ്റെ ഈ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹത്തിന് 1943 ഒരു കൊഹിമ ഫ്രണ്ടിൽ അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ആ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി കൊഹിമ ഫ്രണ്ട് അദ്ദേഹം നിയമിക്കപ്പെട്ടു. സ്വതന്ത്രത കെ ബാദ് അതിൻ്റെ ക്യാപ്റ്റനായിട്ടാണ്. അപ്പോൾ ആ സമരത്തിൻ്റെ ക്യാപ്റ്റനായിട്ട് അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. स्वतंत्रता के बाद कुछ समय तक इन्होंने भारत सरकार के रेडियो के समाचार विभाग में काम किया. അപ്പോൾ നമുക്ക് ഫ്രീഡം ഒക്കെ കിട്ടി, സ്വാതന്ത്ര്യമൊക്കെ കിട്ടി. പിന്നീട് ഏതാണ്ട് നമ്മുടെ ലൈഫ് ഒരു നോർമൽ ലൈഫിലേക്ക് നമ്മൾ പോണ സമയത്ത് പിന്നെ അദ്ദേഹം ആ റെവല്യൂഷനൊക്കെ വിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ റേഡിയോയിൽ, ആകാശവാണിയിൽ ന്യൂസ് സെക്ഷനിൽ ജോലി ചെയ്തു. തത്പശ്ചാത്തിനോനെ കാലിഫോർണിയ വിശ്വവിദ്യാലയം ഭാരതീയ സംസ്കൃതി का അധ്യാപൻ കാര്യക്ക്. അത് കഴിഞ്ഞ് അദ്ദേഹം കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻ കൾച്ചർ പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ വേഷവും മനോഹരമായി ചെയ്തു. ഇന്നോനെയും വിശാൽ ഭാരത് ദിൻമാൻ നയാ പ്രതീക് ടോട്ട് തഥാ നവഭാരത് ടൈംസ് കാ സമ്പാദൻ കാര്യം भी कुछ വർഷവും तक किया. ഇതുകൂടാതെ വിശാൽ ഭാരത് ദിൻമാൻ, നയാ പ്രതീക്, തോട്ട്, നവഭാരത് ടൈംസ് തുടങ്ങിയ മാഗസിനുകളുടെ എഡിറ്ററായും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഗ്നിയുടെ ഇമേജാണിത്. അദ്ദേഹമാണ് സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായൻ അഗ്നിയെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ജേർണലുകൾ അദ്ദേഹം ജേർണലിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തും വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം കൊണ്ടുപോയി. അപ്പോൾ ആംഗൻ കെ പാർദ്വാർ എന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്ക് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കിത്നി നാവോമേം കിത്നി ബാർ എന്ന കൃതിക്ക് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതായത് ഹിന്ദിയിലെ ഏറ്റവും അറിയപ്പെടുന്ന കവികളിൽ അറിയപ്പെടുന്ന വ്യക്തിത്വം തന്നെയാണ് അദ്ദേഹം. അദ്ദേഹം അറിയപ്പെടുന്നത് ഒരു സമർത്ഥനായ കവിയായും വളരെ മിടുക്കനായൊരു നോവലിസ്റ്റായും
ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററായും ഒപ്പം തന്നെ ഒരു എസ്സേയിസ്റ്റായിട്ടുമൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വേ സമർത്ഥ കവി ഹെ, കുശൽ ഉപന്യാസകാർ ഹെ, കഹാനി ലേഖക് ഹെ और നിബന്ധകാർ ഹെ. പിന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ മാനിച്ച് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും സർവോന്നത പുരസ്കാരമായ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടി. അത് അദ്ദേഹത്തിൻ്റെ കിത്നി നാവുമേം കിത്നി ബാർ എന്ന കൃതിക്കാണ്. അതുപോലെ സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയിരിക്കുന്നത് ആംഗൻ കെ പാർ ദ്വാർ എന്ന് പറയുന്ന കൃതിക്കാണ്. ഇനി हिंदी छायावादोत्तर कविता के प्रमुख हस्ताक्षरों में से एक अज्ञेय प्रयोगवाद तथा नई कविता के प्रवर्तक हैं. അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രത്യേകതകളായി പറയുന്നത് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ശൈലിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഛായാവാദ കാലഘട്ടം കഴിഞ്ഞ്, ഛായാവാദം എന്താണെന്ന് ഇനി നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നമ്മൾ ഛായാവാദി കവികളെയും പന്ത്, പ്രസാദ്, നിരാല മഹാദേവിയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ കവിതകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടം, അതായത് പ്രകൃതിയുമായി ഒരുപാട് അടുത്ത് നിന്ന അത്തരം കവിതകൾക്ക് ശേഷം ഹിന്ദി കവിത മറ്റൊരു ടേണിംഗ് പോയിന്റിലേക്ക് പോകുന്നത് പ്രഗതിവാദമാണ്, അതായത് പ്രോഗ്രസീവ് റൈറ്റിംഗ്. പ്രോഗ്രസീവ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ തൊഴിലാളി വർഗത്തോട് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന കവിതയാണ്. അവരുടെ സംഘർഷങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ അതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് പ്രോഗ്രസീവ് അല്ലെങ്കിൽ പ്രഗതിവാദി രചനകൾ. പ്രഗതിവാദി രചനകൾക്ക് ശേഷം അജ്ഞേയ തന്നെ പ്രയോഗവാദ്, നയി കവിത, അങ്ങനെ ചില സാഹിത്യ ആന്തോളൻ കൊണ്ടുവരുന്നുണ്ട്. പ്രയോഗവാദ്, നെയ് കവിത. പ്രയോഗം എന്ന് പറയുന്ന വാക്കിൽ തന്നെയുണ്ട്. പ്രയോഗം എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റ് ആണ്. അദ്ദേഹം തന്നെ ഒരു പരീക്ഷണമാണ് കൊണ്ടുവരുന്നത്. അതായത് പ്രയോഗവാദിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പ്രോഗ്രസീവ് റൈറ്റിങ്ങിൻ്റെ, അതായത് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ വേദന പറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മിഡിൽ ക്ലാസ് ഫാമിലികളിലെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഓരോ വ്യക്തികളെയും സൈക്കോളജിക്കൽ അപ്രോച്ചിൽ കണ്ടുകൊണ്ട് അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ. നമ്മുടെ അന്നത്തെ ഒരു സിറ്റുവേഷനും അത് തന്നെയായിരുന്നു. സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറും എന്നൊരു വിശ്വാസത്തിൽ നമ്മൾ അങ്ങനെ അങ്ങ് പോയി. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് അത്രയും ഹാപ്പിനെസ് ഉള്ളൊരു ഇന്ത്യയല്ല. പട്ടിണിയും അതുപോലെ തന്നെ തൊഴിലില്ലായ്മയും ഒക്കെ രൂക്ഷമായ യുവാക്കളൊക്കെ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ ഡിപ്രഷൻ അടിച്ച് നടക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സ്വാതന്ത്ര്യാനന്തരം ഇവിടെ കണ്ടത്. ആർക്കും തൊഴിലില്ല, ഭക്ഷണമില്ല. അപ്പോൾ അവരുടെയൊക്കെ ഒരു മൈൻഡ് എന്ന് പറയുന്ന ഒരു മെൻ്റൽ ലെവൽ തന്നെ ഒരുപാട് ഡൗൺ ആയി പോകുന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു പ്രഷർ, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിനാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വരിക. അപ്പോൾ അവരുടെ ആ ഒരു മാനസിക സംഘർഷങ്ങൾ, അവിടുത്തെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ അവരുടെ എന്താ പറയുക, ഒരുപാട് വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, പിന്നെ അവരുടെ മനസ്സിലുണ്ടാകുന്ന കോംപ്ലക്സുകൾ, അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷ്മമായി സൈക്കോളജിക്കൽ അപ്രോച്ചിൽ അവതരിപ്പിച്ചു എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അതാണ് ഈ നയി കവിത എന്നൊക്കെ പറയുന്ന കവിതകൾ ചർച്ച ചെയ്യുന്നത്. അത് വെച്ചാൽ പുതിയ ടൈപ്പ് കവിത, അതാണ് നയി കവിത. അപ്പോൾ ഈ നയി കവിത ചർച്ച ചെയ്യുന്നത് ഇത്തരം വിഷയങ്ങളൊക്കെയാണ്. അപ്പോൾ ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്ത കവിയാണ് നമ്മുടെ അജ്ഞേയം. ഇനി ഇദ്ദേഹം മറ്റൊരു കാര്യം കൂടി ഹിന്ദി സാഹിത്യത്തിന് തന്നിട്ടുണ്ട്, അതായത് താരസപ്തകം എന്നൊരു സംഗതി. അതായത് താരസപ്തകം എന്ന് പറയുന്നത് 7 കവിതകളുടെ കളക്ഷനാണ്. നമ്മളീ പറഞ്ഞ നയി കവിതയിലെ എഴുത്തുകാരായ 7 പേർ, അതായത് ഇദ്ദേഹത്തിൻ്റെ ഇതേ സമാന ചിന്താഗതിക്കാരായ 7 പേരെ വെച്ച് അദ്ദേഹം എഴുതിയ കവിതകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിഡിൽ ക്ലാസ് ഫാമിലികളുടെ ആത്മസംഘർഷങ്ങൾ, വ്യക്തി ജീവിതത്തിൽ പ്രത്യേകിച്ച് യുവാക്കളുടെ മാനസിക സംഘർഷങ്ങളൊക്കെ വിഷയമാക്കി എഴുതുന്ന 7 കവികളെ സംഘടിപ്പിച്ച് ആ 7 പേരെയും ചേർത്ത് അദ്ദേഹം ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു. അതിനെ താരസപ്തക് എന്ന് വിളിച്ചു. അത് വളരെ ഹിറ്റായി. ഇദ്ദേഹത്തിൻ്റെ സമാന സ്വഭാവക്കാർ 6 പേരെ കൂടി കണ്ടുപിടിച്ചു. ഒരാൾ ഇദ്ദേഹം തന്നെയാണ്. അങ്ങനെ 7 പേരെ ചേർത്ത് എഴുതിയ ആ കവിത താരസപ്തക് വളരെ ഹിറ്റായതോടുകൂടി അതിൻ്റെ സെക്കൻഡ് എഡിഷൻ അദ്ദേഹം ദൂസരാ സപ്തകം എന്ന് പറഞ്ഞിറക്കി. അതിലും ഇദ്ദേഹത്തിൻ്റെ കവിതയുണ്ട്. ആദ്യത്തെ 6 പേരെ മാറ്റി പുതിയ 6 പേരെയാണ് അതിനകത്ത് ചേർത്തത്, പ്ലസ് ഇദ്ദേഹം. അങ്ങനെ 7 പേര്. വീണ്ടും ദൂസരാ സപ്തകം ഹിറ്റായതോടുകൂടി പിന്നീട് അദ്ദേഹം തീസറാ സപ്തകം, ചൗഥാ സപ്തകം ഒക്കെ ഇറക്കി. എല്ലാത്തിലും അദ്ദേഹം കോമൺ ആണ്. ഈ ബാക്കിയുള്ള 6 പേര് മാറി മാറി വന്നു. എല്ലാത്തിലും 7 കവികൾ വീതമുള്ള ഒരു സെറ്റാണ്. അപ്പോൾ ആ ഇത്രയും ആൾക്കാർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം അദ്ദേഹം ഒരുക്കി കൊടുത്തു. അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയ 6 പേരെന്ന് പറയുന്നത് പിന്നീട് ഹിന്ദി സാഹിത്യ മേഖല തന്നെ കീഴടക്കിയവരാണ്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു പ്ലാറ്റ്ഫോം മറ്റു കവികൾക്ക് സ്വയം വളരുന്നതിനോടൊപ്പം മറ്റുള്ളവരെ വളരാൻ കൂടി അനുവദിച്ചൊരു കവി എന്ന നിലയിൽ നമ്മൾ അജ്ഞേയനെ ഓർക്കേണ്ടതുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അഖേലാപ്പൻ, നമ്മുടെ എന്താ പറയുക, ഒറ്റപ്പെടൽ, ഏകാന്തത, അത് അദ്ദേഹം എടുത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് മിക്ക കവിതകളിലും. ഒറ്റപ്പെടലിൻ്റെ വേദന എന്താണെന്ന്. അതുപോലെ റൊമാൻറ്റിക് വ്യക്തിവാദി വിദ്രോഹ മിൽത്താ ഹെ. അപ്പോൾ എന്താണ്, മനസ്സിൽ ഒരുപാട് റൊമാൻസ് സൂക്ഷിക്കുന്നവർ, അതേസമയം തന്നെ സ്വന്തം ജീവിതവും നോക്കണം, പ്രണയമുണ്ട്,
അത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെ കേന്ദ്രമാക്കി അദ്ദേഹം ഒരുപാട് കവിതകൾ തന്നിട്ടുണ്ട്. മൂൽ രൂപ് സേ യെ പ്രേം और പ്രകൃതി के കവി है. അദ്ദേഹം ബേസിക്കലി പ്രണയത്തിൻ്റെ കവിയും അതുപോലെ തന്നെ പ്രകൃതി വർണ്ണനയുടെയും ഒക്കെ കവിയാണെങ്കിലും സാഹചര്യം ഡിമാൻഡ് ചെയ്യുന്നത് പോലെയാണ് അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുള്ളത്. സാഹചര്യം ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്? അന്നത്തെ യുവാക്കളുടെ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുക എന്നതായിരുന്നു അന്നത്തെ സമൂഹം ഡിമാൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അഗ്നിൻ്റെ രചനകളെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കൃതിയുണ്ട്, ശേഖർ ഏക് ജീവനി എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ കഥാപാത്രത്തെ വെച്ച് വളരെ വലിയ ഒരു നോവലിൻ്റെ സൃഷ്ടി അദ്ദേഹം നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ശേഖർ എന്ന ആ ഒരു കഥാപാത്രത്തെ വെച്ച് ശേഖറിൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ കൊണ്ടുപോവാണ്. അതായത് ശേഖർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന, മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ ആ ശേഖർ അദ്ദേഹം തന്നെയാണെന്ന് നമുക്ക് ചില ഘട്ടങ്ങളിൽ തോന്നിപ്പോകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട നോവലുകളിലൊന്നാണ് ശേഖർ ഏക് ജീവനി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു രചനയാണത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ബേസിക്കായി അറിയേണ്ട കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതകൾ എന്ന് പറയുന്നത് ഇത്യലം, ബാവ്രാഹേരി, ഹരി ഖാസ് പർ ക്ഷൺഭർ, ആംഗൻ കെ പാർദ്വാർ എന്നിവയാണ്. നോവൽ ശേഖർ ഏക് ജീവനി, നദി കെ ദ്വീപ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നോവലുകൾ. അദ്ദേഹം ഒരു എസ്സേ കളക്ഷൻ എഴുതിയിട്ടുണ്ട്, നിബന്ധ് എഴുതിയിട്ടുണ്ട്. അതാണ് ആത്മനേ പദ്, യാത്രാ വർണ്ണൻ, സാഹസ ഏക് ബൂന്ദ് ഉച്ഛലി, സഹസ ഏക് ബൂന്ദ് ഉച്ഛലി, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. യാത്രാവർണ്ണൻ എന്ന് പറഞ്ഞാൽ ട്രാവലോഗ്. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും അഗ്നിയെക്കുറിച്ച് ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി നമുക്ക് നേരെ കവിതയിലേക്ക് പോകാം. नाच एक तनी हुई रस्सी है जिस पर मैं नाचता हूँ. जिस तनी हुई रस्सी पर मैं नाचता हूँ वह दो खंभों के बीच है. रस्सी पर मैं जो नाचता हूँ वो एक खंभे से दूसरे खंभे तक का नाच है. दो खंभों के बीच जिस तनी हुई रस्सी पर मैं नाचता हूँ उस पर तीखी रोशनी पड़ती है जिसमें लोग मेरा नाच देखते हैं. न मुझे देखते हैं जो नाचता है, न रस्सी को जिस पर मैं नाचता हूँ, न खंभों को जिस पर रस्सी तनी है, न रोशनी को ही जिसमें नाच दिखता है. लोग सिर्फ नाच देखते हैं, पर मैं जो नाचता, जो जिस रस्सी पर नाचता हूँ, जो जिन खंभों के बीच है, जिस पर जो रोशनी पड़ती है, उस रोशनी में उन खंभों के बीच उस रस्सी पर असल में मैं नाचता नहीं हूँ. मैं केवल उस खंभे से इस खंभे तक दौड़ता हूँ कि इस या उस खंभे से रस्सी खोल दूँ कि तनाव चुके और ढील में मुझे छुट्टी हो जाए. पर तनाव ढीलता नहीं और मैं इस खंभे से उस खंभे तक दौड़ता हूँ, पर तनाव वैसा ही बना रहता है. सब कुछ वैसा ही बना रहता है और वही मेरा नाच है जिसे सब देखते हैं. मुझे नहीं, रस्सी को नहीं, खंभे नहीं, रोशनी नहीं, तनाव भी नहीं, देखते हैं नाच. അപ്പോൾ 1976 എഴുതപ്പെട്ട ഒരു കവിതയാണിത്. അപ്പോൾ അഗ്നിയുടെ നാച്ച്. അപ്പോൾ നമ്മൾ കാണാറുള്ള ഒരു കാഴ്ചയിലേക്ക് നിങ്ങളെ ഞാനിന്ന് കൊണ്ടുപോകാം. നമ്മളിപ്പോൾ കണ്ടത് ഒരു പെൺകുട്ടി വലിച്ചു കെട്ടിയ ഒരു ഞാണിന്മേൽ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് രണ്ട് അങ്ങറ്റത്തും ഇങ്ങറ്റത്തും ഓരോ മുളക്കഷണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൂണുകളോ എന്തെങ്കിലും കെട്ടിയിട്ടുണ്ടാകും. അതിൻ്റെ മേലെ വലിച്ചു കെട്ടിയ ഒരു കയറുണ്ടാകും. ആ രണ്ട് തൂണുകളുടെ അപ്പുറം ഇപ്പുറമായിട്ടൊരു കയറ് വലിച്ചു കെട്ടിയിട്ടുണ്ടാകും. അതിൻ്റെ മേലെ കൂടി അതിങ്ങനെ നടക്കുകയാണ്. നടക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർ ആ കാഴ്ച കണ്ട് ആസ്വദിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു ഖേൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രസം എന്ന് പറയുന്നതാണ് മറ്റുള്ളവർ എൻജോയ് ചെയ്യുന്ന ആ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നാച്ച് എന്ന് പറയുന്നത്
ഇവിടെ പറഞ്ഞു വച്ചേക്കുന്ന നാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി ഇത്തരം കലാകാരന്മാർ, ദേശീയ കലാകാർ അല്ലേ, നാടൻ കലാകാരന്മാരാണ് ഇങ്ങനെയുള്ള ഗെയിമിൽ ഏർപ്പെടുന്നത്. അപ്പോൾ അവർ എങ്ങനെയാണ് ആ ഒരു ബുദ്ധിമുട്ട് സഹിച്ച് അത് ചെയ്യുന്നതെന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഏക്ക് തനി ഹുയി റസ്സി ഹെ ജിസ് പർ മൈ നാച്ചുതാ ഹൂം. തനി ഹുയി റസ്സി എന്ന് പറഞ്ഞാൽ ഒരു വലിച്ചു കെട്ടിയ, പെൺകുട്ടി നടന്ന് നമ്മൾ കണ്ടതാണ്, ഒരു വലിച്ചു കെട്ടിയ ഒരു കയറിൽ നാച്ചുതി. അപ്പോൾ അതവരുടെ ജീവിതോപാധി കൂടിയാണ്. എൻ്റർടൈൻമെൻറ്റ് എന്നത് ചിലയിടത്തെങ്കിലും ഉണ്ടെങ്കിലും മിക്കവാറും പേർക്കിത് ജീവിതമാർഗ്ഗമാണ്. ഇത് തനി ഹുയി റസ്സി ഹെ ജിസ് പർ മൈ നാച്ചുതാ. അപ്പോൾ ഒരു വലിച്ചു കെട്ടിയ കയറിലൂടെ ഞാൻ നടക്കുന്നു. ജിസ് തനി ഹുയി റസ്സി പർ മൈ നാച്ചുതാ ഹൂം വോ ദോ ഖംബോं के बीच है. നമ്മളത് കണ്ടു. എന്താണ് ആ വലിച്ചു കെട്ടിയ, തനി ഹുയി റസ്സി എന്ന് പറയുന്നതാണ്, ആ വലിച്ചു കെട്ടിയ കയറിൽ കൂടി നടക്കുമ്പോൾ ആ കയറെന്ന് പറയുന്നത് എവിടെയാണ്? ദോ ഖംബോं के बीच, രണ്ട് പില്ലറുകൾക്കിടയിലാണ്. ഖംബ എന്ന് പറഞ്ഞാൽ രണ്ട് തൂണുകൾ. അപ്പോൾ തൂണ് എങ്ങനെയും ഉണ്ടാക്കാം. തൂണ് രണ്ട് കമ്പ് കഷ്ണങ്ങൾ കെട്ടിയും നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ വാർത്ത കമ്പുകളും ആകാം, കമ്പികളാകാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും അതാകാം. അപ്പോൾ രണ്ട് തൂണുകൾക്കിടയിലുള്ള വലിച്ചു കെട്ടിയ ആ കയറിലൂടെ ഞാൻ നടക്കുന്നു. രസി പർ മേ ജോ നാച്ചുതാ ഹൂം. അങ്ങനെ ആ കയറിലൂടെ ഞാൻ അങ്ങനെ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ നൃത്തം ചെയ്യുന്ന സമയത്ത്, അപ്പോൾ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ തലയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടിക്കൊണ്ടൊക്കെ ആയിരിക്കും നടക്കുന്നത്. അത് മറ്റുള്ളവർക്ക് വളരെ രസകരമായ കാഴ്ചയാണ്. പക്ഷെ അതിൽ കൂടെ നടക്കുന്ന ആളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ആരും ചിന്തിക്കാറേയില്ല. वो एक खंबे से दूसरे खंबे तक का नाच है. അപ്പോൾ ആ നൃത്തം എന്ന് പറയുന്നത് എവിടെ നിന്ന് എവിടെ വരെയുള്ളതാണ്? ഒരു തൂണിൽ നിന്ന് തുടങ്ങി അടുത്ത തൂണ് വരെയുള്ളതാണ്. ഒരു ഖംബ തുടങ്ങി അടുത്ത ഖംബ എന്ന് പറയുന്നത് തൂണാണ്. ഒരു തൂൺ മുതൽ മറ്റേ തൂണ് വരെയുള്ളതാണ്. ദോ ഖംബോं के बीच जिस तनी हुई रस्सी पर मैं नाचता हूँ उस पर तीखी रोशनी पड़ती है. ഇപ്പോൾ ചില സമയത്ത് ഇത് സ്റ്റേജിലൊക്കെ അവതരിപ്പിക്കപ്പെടാറുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു സ്ട്രീറ്റിൽ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇത് പലപ്പോഴും ടിക്കറ്റ് വെച്ച് സ്റ്റേജിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ കാണാനിരിക്കുന്ന പോലെ കംപ്ലീറ്റ് ഡാർക്ക്നെസ് ആക്കിയിട്ട് സ്പോട്ട് ലൈറ്റ് കൊടുത്ത്, അല്ലെങ്കിൽ ആ ബ്രൈറ്റ്നസ് ഈ കലാകാരൻ്റെ മാത്രം മേത്തടിക്കുന്ന വിധത്തിൽ ഇങ്ങനെ ലൈറ്റ് കൊടുത്ത് പോകും. അപ്പോൾ പുള്ളിക്കത് ഇരട്ടി സ്ട്രെയിനുമാണ്. ആ ആൾ നിൽക്കുന്നിടത്ത് മാത്രം ഇങ്ങനെ ലൈറ്റ് കൊടുക്കും. അപ്പോൾ ആ ഒരു സ്ട്രെയിനും സഹിച്ചാണ് അപ്പോൾ നടക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ നടക്കുന്ന സമയത്ത് ഉസ് പർ തീഖി രോഷിനി പടുത്തി ഹെ, നല്ല ബ്രൈറ്റ് ലൈറ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കും. ഇതിനാണ് ആൾക്കാർക്ക് ആ ഭാഗത്തേക്ക് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജിസ്മേയും ലോക് മേരെ നാച്ച് ദേഖ്തെ ഹെ, അവിടെ എൻ്റെ നൃത്തം ആൾക്കാർക്ക് കാണാം. അപ്പോൾ നമ്മൾ ഡാൻസ് ഷോകളിലൊക്കെ അത് കണ്ടിട്ടുണ്ട്. കംപ്ലീറ്റ് ഇങ്ങനെ ഡാർക്ക്നെസ് വന്നിട്ട് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് സ്പോട്ട് ലൈറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു മാത്രം ലൈറ്റ് ബ്രൈറ്റ് ആക്കി വെക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്രൈറ്റ്നെസ്സിൽ നിന്ന് കളിക്കുക എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് ബുദ്ധിമുട്ടാണ്. ലേക്കിൻ അത്രയ്ക്ക് തന്നെ ആൾക്കാർക്കത് ആസ്വാദനവുമാണ്. ആൾക്കാർക്കത് ഇഷ്ടമാണ് അങ്ങനെ കാണാനായിട്ട്. ജിസ്മേം ലോക് മേരാ നാച്ച് ദേഖത്തെ ഹെ. അപ്പോൾ ആ ഒരു സ്പോട്ട് ലൈറ്റിൽ എൻ്റെ ഡാൻസ് കാണാൻ മറ്റുള്ളവർക്ക് ഇഷ്ടമാണ്, പക്ഷേ എനിക്കത് എത്രത്തോളം സ്ട്രെയിനാണ്. അപ്പോൾ ഈ ഡാൻസ് കാണുന്ന ആൾക്കാർ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയാണ്. നാ മുച്ചെ ദേഖത്തെ ഹെ ജോ നാച്ചതാ ഹെ. നൃത്തം ചെയ്യുന്ന എന്നെയല്ല അവർ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കഷ്ടപ്പാടല്ല അവർ ശ്രദ്ധിക്കുന്നത്. ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്നെയോ എൻ്റെ കഷ്ടപ്പാടോ അല്ല കാണുന്നത്. എന്നാ രസ്സിക്കോ ജിസ് പർ മേ നാച്ചുതാ ഹൂം. ഞാൻ നൃത്തം ചെയ്യുന്ന ആ രസ്സിയെയും അവർ കാണുന്നില്ല, ആ കയറിനെയും അവർ കാണുന്നില്ല. നാ ഖംഭോങ്കോ ജിസ് പർ രസ്സി തനി ഹെ. അത് കയറ് വലിച്ചു കെട്ടിയിരിക്കുന്ന ആ തൂണുകളെയും അവർ കാണുന്നില്ല. രസ്സി തനി ഹെ എന്ന് പറഞ്ഞാൽ രസ്സി വലിച്ചു കെട്ടിയിരിക്കുന്നു. അപ്പോൾ രസ്സി വലിച്ചു കെട്ടിയിരിക്കുന്ന ആ തൂണുകളെയും അവർ കാണുന്നില്ല. നാ രോഷിനി കോഹി, എൻ്റെ മേലെ അടിക്കുന്ന ആ ബ്രൈറ്റ് പ്രകാശത്തെയും അവർ കാണുന്നില്ല. ജിസ്മേം നാച്ച് ദീപ്തി ഹെ, അവർക്ക് ആ നൃത്തം കാണാൻ സഹായിക്കുന്ന ആ പ്രകാശവുമല്ല അവർ കാണുന്നത്. പിന്നെ അവരെന്താണ് കാണുന്നത്? ലോക് സിർഫ് നാച്ച് ദേഖ്തെ ഹെ. അതിൻ്റെ മേലെയുള്ള എൻ്റെ നടപ്പ്, അല്ലെങ്കിൽ എൻ്റെ നൃത്തം, താളത്തിലുള്ള എൻ്റെ ആ നടപ്പ്, അതിൻ്റെ ഭംഗിയാണ് അവർ കണ്ട് ആസ്വദിക്കുന്നത്. എന്ന് വെച്ചാൽ ആൾക്കാർ എന്തൊക്കെ കെയർ ചെയ്യുന്നില്ല, എന്നെ, എൻ്റെ കഷ്ടപ്പാടിനെ, അല്ലെങ്കിൽ ഞാൻ നടക്കുന്ന ആ കയർ എങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുന്നു, ആ കയർ എന്തെങ്കിലും അയഞ്ഞതാണോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രോബ്ലം ഉള്ളതാണോ, അല്ലെങ്കിൽ തൂൺ സ്ട്രോങ് ആണോ, നടക്കുന്ന ആൾ വീഴാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും ലൈറ്റ് അടിച്ചാൽ ആ ആൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെയൊന്നും ആരും ചിന്തിക്കുന്നില്ല. കാഴ്ചക്കാർ ചിന്തിക്കുന്നില്ല. അവർ ചിന്തിക്കുന്നത് എന്തുമാത്രമാണ്? ഈ നടക്കുന്ന ആളിൻ്റെ നടപ്പും, അതായത് ആ നൃത്തവും അതിൻ്റെ ഒരു മനോഹാരിതയും മാത്രമാണ് ആൾക്കാർ കാണുന്നത്. ലോക് സിർഫ് നാച്ച് ദേഖ്തെ ഹെ. ആൾക്കാർ നൃത്തം മാത്രമാണ് കാണുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഈ നൃത്തം എന്ന് പറയുന്നത് കേവൽ നാച്ച് നഹി ഹെ, കേവൽ മനോരഞ്ജൻ നഹി ഹെ. അത് വെറും ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, കിസിക്ക് മജ്ബൂരി ഹെ, ചിലരുടെ ഒരു വിവശതയാണ്, മറ്റു മാർഗ്ഗമില്ലാതെയാണ് അവരിത് ചെയ്യുന്നത്.
അപ്പോൾ ഈ അന്തരീക്ഷത്തിലൂടെ ഈ ഒരു കയറിൽ മാത്രം ചവിട്ടി എത്രയോ ഹൈറ്റിൽ നിന്ന്, അപ്പോൾ നമ്മൾ കണ്ടതിൽ കുറച്ച് താഴ്ചയിലാണ് ആ പെൺകുട്ടി നടക്കുന്നത്, മറ്റുള്ളവർ പിടിക്കുന്ന ഒരു ഹൈറ്റിലാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, ഭയങ്കര ഹൈറ്റിലാണ് ചിലയിടത്ത് വലിച്ചു കെട്ടി കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ ഭയങ്കര റിസ്ക്കുള്ള, വീണ് പോയാൽ മരിച്ചു പോകാവുന്ന അത്രയും റിസ്ക്കുള്ള ഒരു കളിയാണത്. ഇത്രയും ഹൈറ്റിലൊക്കെ കയറ് കെട്ടി അതിലൂടെ നടക്കുക എന്ന് പറയുന്നത്. പക്ഷെ അവർ നടക്കുമെന്നാലും എന്തുകൊണ്ടാണ്? അവരുടെ ജീവിതം അതുവഴിയാണ്, ജീവിത മാർഗമാണത്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് അവർക്ക് ജീവിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കതൊരു വിഷയമല്ല, അവരത് നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കയറെന്ന് പറയുന്നത് എന്തിൻ്റെ പ്രതീകമാണ്? ആ കയറിലൂടെയുള്ള നടപ്പെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുടെ പ്രതീകമാണ്. അതായത് നട് അപ്പനി ആജീവികാക്കെ ലിയെ രസ്സി പർ ചടുക്കർ ചലത്താ ഹൈ. ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടി, അതായത് ആ നൃത്തം ചെയ്യുന്നവൻ അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്നവൾ തൻ്റെ ജീവിത മാർഗത്തിന് വേണ്ടി, ആജീവികാക്കെ ലിയെ ജീവിത മാർഗത്തിന് വേണ്ടി ആ കയറിൽ കൂടി നടക്കുന്നു. ദർശകോക്കെ ലിയെ മനോരഞ്ജൻ ഹെ. കാഴ്ചക്കാർക്കത് വളരെ മനോരഞ്ജനൊക്കെയാണ്, കാഴ്ചക്കാർക്കത് വളരെ കണ്ണിന് കുളിർമയുള്ള കാഴ്ചയാണ്. ലേക്കിൻ നടുക്കെ ലിയെ രസ്സി പർ ചലന ആസാൻ കാം നഹി ഹെ. പക്ഷേ അത് ചെയ്യുന്ന ആളിന് അതത്ര ഈസിയായ കാര്യമല്ല. അപ്പോൾ നിജി ജീവൻ മേ മുസെ ജോ ഭി ഉലട്ട് ബേർ ഹെ, അവൻ്റെ വ്യക്തി ജീവിതത്തിലുള്ള അവൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവൻ എന്ത് ചെയ്യപ്പെടുകയാണ്? ആ നൃത്തം ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇന്നും ഇന്നലെയൊന്നുമല്ല, നമ്മുടെ ചരിത്രവുമായി നമ്മുടെ ഇന്ത്യൻ സംസ്കാരവുമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെട്ടാണ്, നമ്മുടെ ഗ്രാമീണ ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു കളിയാണിത്. രസ്സിക്ക് ഊപ്പർ നാച്ചന അത് പെഹലെ സെ ഹി ഹോത്താ ആ രഹാ ഹൈ, പണ്ട് മുതലേ ഉള്ള ഒന്നാണത്. അപ്പോൾ അത് ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു കൗതുകമോ തമാശയോ അല്ലെങ്കിൽ നൃത്തമോ ഒക്കെയാണ്. അപ്പോൾ ഈ കളിക്കുന്ന ആളുടെ ഒരു സങ്കടം എന്ന് പറയുന്നത് എന്താണ്? ഈ ബ്രൈറ്റ് ലൈറ്റിൽ എൻ്റെ നൃത്തം കാണുമ്പോൾ ആൾക്കാർ എന്നാ മുझे देखते हैं, എന്നെയല്ല കാണുന്നത്, എന്നാ രസ്സിക്കോ കയറിനെയല്ല കാണുന്നത്, എൻ്റെ കഷ്ടപ്പാടുകളെയല്ല, എന്നാ ഖംഭോങ്കോ ആ പില്ലറുകളെയല്ല, പിന്നെ ആ ഒരു രോഷിനിക്കോ പ്രകാശത്തെയും അല്ല കാണുന്നത്. അവർക്ക് എൻ്റർടൈൻമെൻറ്റ് മാത്രമേ അവരത് കാണുന്നുള്ളൂ, എന്ന് വെച്ചാൽ എൻ്റെ നൃത്തം മാത്രമേ അവർ കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുള്ളൂ. അസൽമേം മേ നാച്ച് നഹി രഹാവും, അസൽമേം നാച്ച് നഹി രഹാവും. പക്ഷേ വാസ്തവത്തിൽ ഞാൻ നൃത്തം ചെയ്യുകയല്ല, എൻ്റെ ജീവിതം ജീവിച്ച് തീർക്കുകയാണ്. ഈ കയറിൻ്റെ ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ നടന്നാലാണ് എൻ്റെ ജീവിതം തീർന്നു കിട്ടുക. ഈ കയറിൻ്റെ ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ നടന്നാലാണ് എൻ്റെ ജീവിതം ഒന്ന് തീർന്നു കിട്ടുക, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും എനിക്ക് നേടാനാവുക. അപ്പോൾ അതാണ് അവിടെ അയാളുടെ ആ ഒരു വിവശത, ഈ നൃത്തം ചെയ്യുന്ന ആളുടെ വിവശതയെക്കുറിച്ചാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു നൃത്തം ചെയ്യുന്ന ആൾ, അത് ആണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ, അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ, ആ നൃത്തം കംപ്ലീറ്റ് ചെയ്യുന്നതിന് അവരെടുക്കുന്ന പെയിൻ, അതിനെക്കുറിച്ചാണ് നാച്ച് എന്ന് പറയുന്ന ഈ കവിത ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ पर मैं जो नाचता, जो जिस रस्सी पर नाचता हूँ, जो जिन खंभों के बीच है, जिस पर जो रोशनी पड़ती है, उस रोशनी में उन खंभों के बीच उस रस्सी पर असल में मैं नाच नहीं रहा हूँ. അപ്പം നിങ്ങൾ കാണുമ്പോൾ ഞാൻ നൃത്തം ചെയ്യുകയാണ്. എവിടെ നിന്ന് നൃത്തം ചെയ്യാണ്? രസ്സിപ്പർ കയറിൻ്റെ മേലെ, ഖംഭോങ്കെ ബീച്ച് രണ്ട് തൂണുകൾക്കിടയിലായിട്ട്, ജിസ് പർ റോഷ്നി പടുത്തി ഹെ എൻ്റെ മേലെ പ്രകാശവും പതിക്കുന്നുണ്ട്. അപ്പോൾ ആ റോഷ്നിയിൽ, ആ പ്രകാശത്തിൽ, ആ തൂണുകൾക്കിടയിൽ നിന്ന് അല്ലെങ്കിൽ ആ രസ്സിപ്പർ ആ കയറിലൂടെ നടക്കുമ്പോൾ വാസ്തവത്തിൽ ഞാൻ നൃത്തം ചെയ്യുകയല്ല. മേ കേവൽ ഉസ് ഖംബേ സേ ഈസ് ഖംബേ തക് ദൗഡ്താ ഹൂം. ഞാൻ ഓടുകയാണ്. നിങ്ങൾ കാണുമ്പോൾ അത് നൃത്തമാണ്, പക്ഷേ ഞാൻ ഓടുകയാണ്. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നായിരിക്കും എൻ്റെ മാനസികാവസ്ഥ. എന്ന് വെച്ചാൽ അതത്ര ഈസി ടാസ്ക് അല്ല. വീണു പോകാം, ജീവിതകാലം മുഴുവൻ കിടപ്പിലായേക്കാം, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയേക്കാം, ബന്ധുക്കൾക്ക് ഒരു വലിയ ലോസ് ഉണ്ടായേക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു ടെൻഷനിൽ ഞാനിത് ചെയ്യുമ്പോൾ ഞാൻ വാസ്തവത്തിൽ നടക്കുകയല്ല, നൃത്തം ചെയ്യുകയല്ല, ലേക്കിൻ ദൗഡ്താഹും, മനസ്സുകൊണ്ട് ഞാൻ ഓടുകയാണ്, അതൊന്നും കഴിഞ്ഞു കിട്ടിയെങ്കിൽ എന്നുള്ള ഭാവമാണ് എനിക്ക്. കി ഇസ് യാ ഉസ് ഖംബേ സെ രസ്സി ഘോലുദൂം. അപ്പോൾ ഈ വലിച്ചു കെട്ടിയിരിക്കുന്ന ആ കയറുണ്ടല്ലോ, യഹാസേ യാ വഹാസേ, അതൊന്നൊന്ന് അഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ കയറെന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. ആദ്യത്തെ പില്ലർ, ആ കയറ് കെട്ടിയിരിക്കുന്ന ആദ്യത്തെ പില്ലർ എന്ന് പറയുന്നത് നമ്മുടെ ജനനം, അങ്ങറ്റത്തെ പില്ലർ എന്ന് പറയുന്നത് മരണം. അപ്പം നമ്മുടെ ജീവിതം എങ്ങനെയാണ്? ഈ ജനനം എന്ന പില്ലർ മുതൽ മരണം എന്ന ആ ഒരു പില്ലർ വരെയുള്ള ഒരു യാത്രയാണ്. ആ യാത്രയെ പ്രതിനിധീകരിക്കുന്നത് ആ കയറാണ്. അപ്പം നമ്മൾ നടന്നു തുടങ്ങുന്നു, അതായത് നമ്മുടെ ജനനം മുതൽ നടന്നു തുടങ്ങുന്നു, അങ്ങറ്റം ചെന്ന് മറ്റേ പില്ലറിലെത്തുമ്പോൾ നമ്മുടെ ജീവിതം കഴിയാണ്. അപ്പോൾ ആ കയറ് ചിലപ്പോൾ അയഞ്ഞതാകാം, ചിലപ്പോൾ അത് ഇറുകെ കെട്ടിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ വലിച്ചു കെട്ടിയിട്ടുണ്ടാകും.
അപ്പോൾ അത് എത്രത്തോളം വലിച്ചു കെട്ടിയിരിക്കുന്നു, അത് ഇയാളുടെ മനസ്സിലെ സ്ട്രെസ്സായിട്ടാണ് അയാൾ പറയുന്നത്. അപ്പോൾ അതത്രയും ഒന്ന് അഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ, എനിക്കതിൽ നിന്നൊന്ന് ഇറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ തനാവ് ചുക്കേ ആർ ഢീലുമേ മുझे ചുട്ടി ഹോ ജായ്, ഈ കയർ ആരെങ്കിലും ഒന്ന് അഴിച്ച് എന്നെ ഒന്ന് ഇറക്കിയിരുന്നെങ്കിൽ. തനാവ് ചുക്കേ ആർ ഢീലുമേയും, തനാവ് എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, അത്രയും പിരിമുറുക്കമുള്ള, അതായത് ആ കയറിൻ്റെ ആ ഒരു പിരി പോലെ അത്ര തന്നെ ടെൻഷൻ ഇതിലൂടെ നടക്കുമ്പോൾ എനിക്കുണ്ട്. അപ്പോൾ സഞ്ചാലക് ഓർ കൊയ് ഹോ, ആരെങ്കിലുമൊക്കെ ആയിരിക്കും അതിൻ്റെ സഞ്ചാലക്, നടത്തിപ്പുകാരെങ്കിലുമൊക്കെ ആയിരിക്കും അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇതിലൂടെ നടക്കുക. അതാണ് ഞാൻ ചെയ്യുന്നത്. ഇധർ സെ ഉധർ തക് മേ ദൗഡ്താ രഹതാ, ഇവിടുന്ന് ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ ഞാൻ ഓടുകയാണ്. മേ ചാഹത്താ ഹൂം കി ഖംബേ സെ റസി ഖോൽ ദൂം, ഇതൊന്ന് കഴിഞ്ഞിട്ട് അതൊന്ന് അഴിച്ച് മാറ്റിയെങ്കിൽ, എനിക്കതൊന്നൊന്ന് മോചനം കിട്ടിയെങ്കിൽ എന്നാണ് ഞാൻ ആ സമയത്ത് ചിന്തിക്കുന്നത്. അത് പലപ്പോഴും നമ്മുടെ ഒരു എന്താ പറയുക, ആരെങ്കിലും കമ്പൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ജീവിക്കാൻ മാർഗ്ഗമില്ല, നമ്മുടെ നിവൃത്തികേട് കൊണ്ടൊക്കെയാണ് പലപ്പോഴും നമുക്കത് ചെയ്യേണ്ടി വരുന്നത് എന്നാണ് ആ ഒരു നൃത്തം ചെയ്യുന്ന ആൾ പറയുന്നത്. മേസ് ഖംബേ സെ ഉസ് ഖംബേ തക് ദൗഡ്താ ഹൂം, ഈ പില്ലറിൻ്റെ ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ ഞാൻ ഓടുകയാണ്. മേസ് ഖംബേ സെ ഉസ് ഖംബേ തക് ദൗഡ്താ ഹൂം, പർ തനാവ് വൈസാ ഹി ബനാ രഹതാ ഹൈ, പക്ഷേ ആ പിരിമുറുക്കം ഉണ്ടല്ലോ അത് ഒരു മാറ്റവുമില്ലാതെ അങ്ങനെ തന്നെ തുടരും. തനാവ് വൈസാ ഹി ബനാ രഹതാ ഹൈ, അതിങ്ങനെ അത്ര തന്നെ ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. കയറിൻ്റെ ആ വലിച്ചു കെട്ടലും എൻ്റെ മനസ്സിൻ്റെ ടെൻഷനും, സബ് കുച്ച് വൈസാ ഹി ബനാ രഹതാ ഹൈ, എല്ലാം ഒരുപോലെ തന്നെയാണ്, അതുപോലെ തന്നെ ഇരിക്കുകയാണ്. और वही मेरा नाच है जिसे सब देखते हैं, वही मेरा नाच है जिसे सब देखते हैं. ആൾക്കാർ കാണുമ്പോൾ എന്താണ്, മേരാ നാച്ച് ഹെ, ഞാനിങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മെൻ നാച്ച് രഹാഹും, ഞാൻ നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, നിങ്ങൾ അതുമാത്രമാണ് കാണുന്നത്. കിമേ നാച്ച് രഹാഹും തോ और वही मेरा नाच है जिसे सब देखते हैं, അത് തന്നെയാണ് നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുझे नहीं, എന്നെയല്ല നിങ്ങൾ കാണുന്നത്. रस्सी को नहीं, ആ കയറിനെയല്ല നിങ്ങൾ കാണുന്നത്. ഖംബേ നഹീം, ആ തൂണുകളെയുമല്ല. രോഷ്നി നഹീം, ആ പ്രകാശവുമല്ല. തനാവ് ഭി നഹീം, ആ വലിച്ചു കെട്ടലുമല്ല. തനാവ് എന്ന് പറയുന്നതാണ് ആ കയറിൻ്റെ വലിച്ചു കെട്ടൽ, അതിൻ്റെ ആ കെട്ടല്ല നിങ്ങൾ കാണുന്നത്. പ്രകാശമല്ല, തൂണുകളല്ല, കയറല്ല, അതിൽ നടക്കുന്ന എണ്ണയല്ല, ഇതൊന്നുമല്ല നിങ്ങൾ കാണുന്നത്. മറിച്ച് കാണുന്നത് എന്താണ്, എൻ്റെ നൃത്തം, അതിൻ്റെ ആസ്വാദനം, അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ്, അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം, അവിടെ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധ. അപ്പോൾ ആ കയർ എങ്ങനെയുള്ളതാണ്, സ്ട്രോങ് ആണോ, അത് നല്ല മുറുകയാണോ കെട്ടിയിരിക്കുന്നത്, അയാൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ നിൽക്കുന്ന ആൾക്ക്, ഇതൊന്നും നിങ്ങൾക്കൊരു വിഷയമേ അല്ല. നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ്. അതായത് നമ്മുടെ ജീവിതം ജീവിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒരു ഓട്ടപ്പാച്ചിൽ മറ്റുള്ളവർക്കൊരു കൗതുക കാഴ്ചയാണ്. പക്ഷേ അത് അനുഭവിക്കുന്നവനെ അതിൻ്റെ പെയിൻ അറിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ അദ്ദേഹം പ്രതീകാത്മക ശൈലിയിലാണ് ഈ കവിത ചെയ്തിരിക്കുന്നത്. പ്രതീകം എന്ന് പറഞ്ഞാൽ സിംബോളിക്കായിട്ട്, അതായത് ഇതിലെ രണ്ട് തൂണുകൾ എന്തിൻ്റെ പ്രതീകമാണ്, നമ്മുടെ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രതീകമാണ്. ജനനം മുതൽ മരണം വരെ നമ്മൾ എത്തുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു നൂൽപ്പാലത്തിലൂടെയാണ് നടക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു വലിച്ചു കെട്ടിയ കയറിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ആ കയറിൻ്റെ പിരി അല്ലെങ്കിൽ അതിൻ്റെ കെട്ട് എത്രത്തോളം ടൈറ്റാണോ അതല്ലെങ്കിൽ എത്രത്തോളം ലൂസാണോ അത് പ്രതിനിധാനം ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലെ കയറ്റിറക്കങ്ങളെയാണ്, സംഘർഷങ്ങളെയാണ്. അതിലൂടെ നടക്കുന്ന മനുഷ്യൻ, കയറിലൂടെ നടക്കുന്ന മനുഷ്യൻ തൻ്റെ ജീവിതം ജീവിച്ചു തീർക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് ഓടിയെത്താൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് എന്നാണ് കവി നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. പൂരി ഉമ്രഹം നാച്ചുത്താരത്ത, ജീവിതകാലം മുഴുവൻ നമ്മളിങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കും. ജരൂരത്തെ മുത്തുനീഹ, അത്രത്തോളം ആവശ്യങ്ങളാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കളികളൊക്കെ നമ്മൾ കളിച്ചുകൊണ്ട് വരും. അപ്പോൾ ജീവൻ മേ ആനെ വാലി കഠിനായിയോ സെ ഹം മുഹ് നഹി മോഡ് സക്ത, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അതിൽ നിന്നും നമുക്ക് മുഖം തിരിച്ച് നിൽക്കാൻ പറ്റില്ല, നമ്മൾ നടന്ന് തീർത്തേ മതിയാവുള്ളൂ. അപ്പോൾ ഇവിടെ പ്രതീകമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഖംബ ജന്മ ഹെ, ആദ്യത്തെ ഖംബ എന്ന് പറയുന്നത് എന്താണ്, പെഹ്ലാ ഖംബ ജന്മ കാ പ്രതീക് ഹെ, നമ്മുടെ ജനനത്തിൻ്റെ പ്രതീകമാണ്. और अंतिम खंबा मृत्यु का प्रतीक है, മരൺ കാ പ്രതീക് ഹെ, നമ്മുടെ ജീവിതാവസാനത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ഹമാര ജീവൻ ജോ ഹെ ഓ രസ്സി കെ രൂപ് മേ ഹെ, നമ്മുടെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ആ കയറ് പോലെയാണ്. രസ്സി ജീവൻ ഹെ. അപ്പോൾ മാനവ് കോ ക്യാ കർനാ പഡ്താ ഹെ, ജനം ലേനെ കെ പശ്ചാത് ജിന്ദഗി രൂപി രസ്സി പർ ചലനാ പഡ്താ ഹെ, മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവന് ആ ഒരു കയറിലൂടെ നടക്കേണ്ടി വരുന്നു. ഓ രസ്സി തോ ഘിഞ്ചി ഹുയി ഹോത്തി ഹെ, വലിച്ചു കെട്ടിയ ഒരു കയറാണ്. ജന്മസേ ലേക്കർ മൃത്യു തക്ക നാച്ച് ഹെ, ജനനം മുതൽ മരണം വരെയുള്ള ആ ഒരു യാത്രയാണ് ഒരു മനുഷ്യന് പൂർത്തീകരിക്കേണ്ടുള്ളത്. അതായത് അർത്ഥാത് ജീവൻ കോ ചലാനെ കെ ലിയെ ജന്മസേ മരൺ തക് ഹമേ മെഹനത് കർനാ പഡ്താ ഹെ. അപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ ജീവിതം തുടങ്ങും മുതൽ അവസാനം വരെ നമുക്ക് മെഹനത് കർനാ പഡ്താ ഹെ, കുറേ കഷ്ടപ്പെടേണ്ടി വരും.
അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്, കലാകാർ നാച്ച് രഹാ ഹോത്താ ഹൈ. ഇവിടെ ഈ ഒരു കലാകാരൻ നൃത്തം ചെയ്യുകയാണ്. ആ ഒരു വഹം തീഖി റോഷനി ഉസ് പർ പഡ്താ ഹൈ. വളരെ തീക്ഷ്ണമായ ബ്രൈറ്റ് ലൈറ്റ് അവൻ്റെ മേലേക്ക് ആ ഒരു സ്പോട്ട് ലൈറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന എന്താണ്, നമ്മുടെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, കാഴ്ചക്കാരുടെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സ്പോട്ട് ലൈറ്റ് അയാളുടെ നേരെ ഇങ്ങനെ പ്രകാശിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നൃത്തം ചെയ്യുന്ന ആൾ പറയുന്നതാണ്, മേ ഖുഷി സെ വോ കാം നഹീ കർ റാ ഹൂം. ഞാൻ വളരെ സന്തോഷത്തിലൊന്നും അല്ല അത് ചെയ്യുന്നത്. മേരി മാനസിക് ദശ ദുഃഖ് തക്ലീഫ് കി ഓർ കിസി കാ ധ്യാൻ നഹീ ഹോത്ത. ഇത് കണ്ട് ആസ്വദിക്കുന്നവരുടെ മനസ്സിലൊന്നും എൻ്റെ മാനസിക ദശ, എൻ്റെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ എൻ്റെ ദുഃഖം, എൻ്റെ ടെൻഷൻ, ഞാനത് ചെയ്യുന്ന സമയത്തുള്ള എൻ്റെ ആ ഒരു പ്രശ്നം, അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അത് തന്നെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ജീവൻ രൂപി ഖമ്പേസെ മൃത്യുരൂപി ഖമ്പേ തക് നാച്ചിനെ വാല ദൗഡത്താ രഹത്ത. വാസ്തവത്തിൽ ഇതെല്ലാം നമ്മുടെ എല്ലാം സ്റ്റോറി തന്നെയാണ്. ആ തൂണിൽ കൂടി നടക്കുന്ന, കയറിൽ കൂടി നടക്കുന്ന ആ വ്യക്തി, അത് നമ്മളൊക്കെ തന്നെയാണ്. നമ്മൾ ജനിച്ചിട്ട് നമ്മുടെ ജീവിതാവസാനം വരെ നമ്മൾ നമ്മുടെ പല പല ആവശ്യങ്ങളുടെ നിർവ്വാഹണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഓടി തീർക്കുകയാണ് ജീവിതം. അപ്പോൾ അത് തന്നെയാണ്, അത്രയും പിരിമുറുക്കാണ്, ആ കയറ് വലിച്ചു കെട്ടിയിരിക്കുന്ന പോലെയാണ്. അത്രയും തനാവ് ഹേ, അത്രയും സ്ട്രെസ്സ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. രസിമേം ജോ തനാവ് ഹേ, ജീവൻമേം ജോ തനാവ് ഹേ, ആ കയറിനുള്ള ആ ഒരു തനാവ്, ആ ഒരു വലിച്ചു കെട്ടൽ, ആ ഒരു പിരിമുറുക്കം, അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളത്. കൈ വിപരീത പരിസ്ഥിതിയാം ആത്തേരത്തെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് എന്താണ് വിപരീത പരിസ്ഥിതികൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായി വരും. और हम क्या करते रहते हैं, उससे मुक्ति पाने के लिए, उसे छुट्टी मिलने के लिए हम प्रयास करते रहते हैं. ആ ഒരു ടെൻഷനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ആൾക്കാർക്ക് എന്താണ്, അതൊരു കാഴ്ച മാത്രമാണ്. നമ്മളെ ഓട്ടപ്പാച്ചിൽ നമുക്കേ അറിയുള്ളൂ, അതിൻ്റെ വേദന നമുക്കേ അറിയുള്ളൂ. മറ്റുള്ളവരെ സംബന്ധിച്ച് അതൊരു രസമുള്ള കാഴ്ചയാണ്. ലേക്കിൻ നമ്മളെന്താ ചെയ്യുന്നത്, ജീവൻ ഭർ ഉസെ മുക്തി के लिए അല്ലെങ്കിൽ ഉസെ छुटकारा पाने के लिए हम प्रयास करते कोशिश करते ही रहते हैं. लेकिन ऐसा संभव नहीं हो पाता है. ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചേ പറ്റൂ, അല്ലേ, മരണം വരെയും. അപ്പോൾ അത് തന്നെയാണ് ഇദ്ദേഹം പ്രതീക രൂപമായിട്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് നാച്ചു കവിത. നാച്ചു കവിതയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് പ്രതീകാത്മക കവിത ഹെ, പ്രതീക രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സിംബോളിക്കായി അവതരിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ജനനത്തിനും മരണത്തിനും ഇടയിലൂടെ നമ്മൾ നടക്കുന്ന ആ ഒരു നൂൽപ്പാലത്തിലൂടെയുള്ള യാത്ര, അത് എന്തിനെ പ്രതിനിധാനം ചെയ്യാണ്, ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, സ്ട്രെസ്സ്. മറ്റുള്ളവർക്ക് അതൊരു കൗതുക കാഴ്ച മാത്രമാണ്. നമ്മളതിനെ നല്ല രീതിയിൽ ആടി തീർക്കുക എന്നാണ് കവി നമ്മളോട് പറയുന്നത്. ഓക്കെ, കവിത കഴിഞ്ഞു.